ഹായ് ഫ്രണ്ട്സ്, എന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജംഷീന. PSC പരിശീലനത്തിൽ നിങ്ങളോടുകൂടെ ഞാൻ കുറച്ച് കാലമായിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും LP UP പരീക്ഷയ്ക്ക് വളരെ നന്നായി, വളരെ പ്ലാൻഡായി ഒരുങ്ങിയ ഒരുപാട് പേര് എനിക്കറിയാം. എന്നാൽ അവർക്കൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എന്ന് പറയുന്ന സാധനമാണ്. മിസ്സേ, ടെൻഷൻ കാരണം ഒന്നും ഓർമ്മ വരുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മ വരുന്നേ ഇല്ല, ഇനി പഠിക്കാൻ തോന്നുന്നേ ഇല്ല, എല്ലാം നിർത്താനാണ് തോന്നുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നു. നിങ്ങളിലും പലർക്കും ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്ന സാധനം വെറും നെഗറ്റീവ് മാത്രമാണ്. ഇത് നമ്മളെ പിറകോട്ട് വലിക്കുകയുള്ളൂ. അത് നമുക്ക് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോ ഈ ടെൻഷൻ ഇനി അടിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം ഇതുവരെ പഠിച്ചിട്ടുണ്ടോ അതാണ് ഇനി നമ്മുടെ കൂടെ പരീക്ഷയ്ക്ക് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോ അത് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടെങ്കിലും ഈ ടെൻഷൻ എന്ന് പറയുന്ന സാധനം അങ്ങ് ഒഴിവാക്കുക. എന്തിനാണത്? നമ്മളാൽ ആവുന്ന രീതിയിൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കവിടെ ടെൻഷന്റെ ആവശ്യമില്ല, അല്ലേ? ഇനി വേറൊരു കാര്യം, കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ, എൻ്റെ പ്ലാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, ഒരുപാട് നല്ല പ്ലാൻ ആയിരുന്നു, അതനുസരിച്ച് ഒന്നും മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ല, കുറെ ഇനിയും പഠിക്കാനുണ്ട്, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു കൂട്ടാളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി എന്തെല്ലാം ഇനി പഠിക്കാനുണ്ട് എന്നുള്ളതിനേക്കാൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നോക്കേണ്ടത്. കുറെ എന്തായാലും നമ്മൾ പഠിച്ചിട്ടില്ലേ, സോ ആ പഠിച്ചത് മതി നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ പെടാൻ. അതാണ് ഇനി എൻ്റെ ഒപ്പം ഉള്ളത്. അതിൽ നിന്ന് നെഗറ്റീവ് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോ ഇനി ഒന്നും പഠിച്ചിട്ടില്ല, ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ അല്ലേ ഞാൻ എല്ലാവരുടെ അടുത്തും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എങ്ങനെയായാലും എക്സാമിന്റെ ഒരു 10 ദിവസം മുൻപെങ്കിലും നമ്മൾ പഠനം നിർത്തണം, എന്നിട്ട് റിവിഷൻ തുടങ്ങണമെന്ന്. എങ്കിലും പല പല ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെ, നമുക്കറിയാം നമ്മുടേതായ പല പല സിറ്റുവേഷൻ കാരണം അങ്ങനെ 10 ദിവസം ഒന്നും നീക്കി വെക്കാൻ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്നറിയോ? ഇനിയെങ്കിലും പഠനം സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ള കാര്യം മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. പരീക്ഷ അടുത്തെത്തിയില്ലേ, ഒരുപാട് സമയമൊന്നുമില്ല, ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ. ആ ഉള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇത്രയും മണിക്കൂറുകൾ പ്ലസ് നമ്മൾ പരീക്ഷ എഴുതുന്ന ആ 1.5 മണിക്കൂർ, അതാണ് ഇനി നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ദിശ നിർണ്ണയിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നുവെച്ച് അതിനപ്പുറം ഒരു ജീവിതം ഇല്ലാന്നൊന്നും വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വീണ്ടും ചാൻസുകൾ വരും, നമ്മൾ അതിനെയും ധൈര്യത്തോടെ നേരിടും. അപ്പൊ ഇനി പഠിച്ചവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിച്ചത് എന്നുള്ളത് ഒന്നുകൂടി എടുത്തു വെക്കുക, അതൊന്ന് റിവൈസ് ചെയ്യുക. ആ ഭാഗങ്ങളെല്ലാം ഒന്ന് മറിച്ചു നോക്കി പോവുക. മുഴുവനും ഒരറ്റം മുതൽ മറ്ററ്റം വരെ വായിക്കാൻ സമയമില്ലെങ്കിലും അതിലെ പ്രധാന പോയിന്റുകളൊക്കെ ഒന്ന് നോക്കി ഉറപ്പുവരുത്തി പോവുക. നമ്മൾ ഒരിക്കൽ പഠിച്ച സാധനങ്ങൾ ഒന്നും നമ്മുടെ കണ്ണിൽ ഒരു വട്ടം കൂടെ പെടാതെ പോകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെഗറ്റീവ് മാർക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണമാണ് നമ്മൾ ഒരു തവണ വായിച്ച് തള്ളി വിട്ടുപോയ കാര്യങ്ങൾ. പുതിയതായി ഇനി ഒന്നും പഠിക്കേണ്ട. നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇനി അത് വേണ്ട, ഇനി അത് നമുക്ക് പഠിക്കാൻ സമയമായിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ച സാധനങ്ങൾ നന്നായിട്ട് നോക്കുക, റിവൈസ് ചെയ്യുക. ഇനി വേറൊരു കാര്യം, LP UP പരീക്ഷകൾക്ക് നമുക്ക് അങ്ങനെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെ? ആകെ ഇപ്പൊ അടുത്ത് നടന്ന 1-2 പരീക്ഷകളിലാണ് ഈ പുതിയ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കൂടുതൽ ചോദ്യങ്ങൾ പരിശീലിക്കുക. പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് പരിശീലിക്കുക. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങളോട് കൂടെ ഞാനും ഉണ്ടായിരിക്കും. സയൻസ് വിഷയങ്ങളിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വരും വീഡിയോകളിൽ കാണാം. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.